വേനൽ കടുത്തതോടെ കാട്ടുതീ ഭീതിയിൽ മലയോര ജില്ല. പകലും രാത്രിയുമൊക്കെ ചെറുതും വലുതുമായ നിരവധി ഫയർ കോളുകളാണ് ജില്ലയിലെ അഗ്നിശമന സേന യൂണിറ്റുകളിൽ എത്തുന്നത്. ജില്ലയിലെ 8 യൂണിറ്റുകളിലേക്ക് ജനുവരി 1 മുതൽ ഫെബ്രുവരി 15 വരെ 167 ഫയർ കോളുകളാണ് എത്തിയത്. ഇതോടെ അഗ്നിരക്ഷാ സേന ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ചൂട് കൂടിയതോടെ ദിവസങ്ങളിൽ 2-3 കോളുകൾ ഓരോ ഫയർ സ്റ്റേഷനിലേക്കും എത്തുന്നുണ്ട്. തൊടുപുഴ, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ വ്യാപകമായാണ് തീപിടുത്തമുണ്ടാകുന്നത്. എല്ലാ ദിവസവും അഗ്നിരക്ഷാസേന ഓഫീസുകളിലേക്ക് നിരവധി കോളുകളാണ് എത്തുന്നത്. വീടുകളിൽ തീയിടുന്നതും ചെറുകാടുകൾക്കടക്കം തീപിടിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ലോ റേഞ്ച്, ഹൈ റേഞ്ച് വ്യത്യാസമില്ലാതെ കനത്ത ചൂടാണ് പകൽ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. പറമ്പുകൾക്ക് തീപിടിക്കുന്നതും കൂടിയിട്ടുണ്ട്. മാലിന്യവും കരിയിലയും കൂട്ടിയിട്ട് കത്തിക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് അഗ്നിരക്ഷാ സേന അംഗങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും തീപിടുത്തമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ നമ്പറായ 101, അത് എല്ലാ ഫയർ സ്റ്റേഷനിലേക്ക് നമുക്ക് 101 നമ്പറുണ്ട്. കൂടാതെ മറ്റേ സിവിൽ ഡിഫൻസ് എന്ന് ഞങ്ങളെ സഹായിക്കുന്ന സിവിൽ ഡിഫൻസ് അതാത് മേഖലകളിൽ ഓരോ നിലയങ്ങളിലും 50ഓളം വീതം സിവിൽ ഡിഫൻസ് അംഗങ്ങളെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അറിയിച്ചാലും അവരും ഞങ്ങൾ. കാറ്റിന്റെ സ്വാധീനവും തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ കരിയിലകൾ പറന്ന് അടുത്ത പറമ്പിലേക്കും മറ്റും തീയെത്തും. അശ്രദ്ധമായി വലിച്ചെറിയുന്ന ചെറിയ സിഗരറ്റ് കുറ്റികൾ പോലും വലിയ തീപിടുത്തത്തിന് കാരണമാകും. തോട്ടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വനങ്ങളിലും ഉണ്ടാകുന്ന തീപിടുത്തം മുൻവർഷങ്ങളിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും തന്നെ പലതവണ ഭീഷണി സൃഷ്ടിച്ചിട്ടുണ്ട്. ശക്തമായ ജാഗ്രത പുലർത്തണമെന്നാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.